ഖുർആൻ ഹിഫ്ള് പരീക്ഷ എങ്ങനെയാണതുണ്ടാവുക? എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? പുറമെ നിന്ന് വല്ലതും പഠിക്കേണ്ടതുണ്ടോ? കഴിഞ്ഞ വർഷങ്ങളിൽ ഏതു രൂപത്തിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നീ സംശയങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകും. അതിൻ്റെ എല്ലാം പൂർണ്ണ ഉത്തരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ആദ്യം ഖുർആൻ പരീക്ഷയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നു പറയാം. ഓരോ ക്ലാസ്സുകൾക്കും ഖുർആൻ പരീക്ഷയ്ക്ക് നിശ്ചയിച്ച സൂറത്തുകളുണ്ടാകും. വർഷം ആരംഭിക്കുമ്പോൾ ഏത് സൂറത്താണോ എടുത്തത് അതുമുതൽ അവസാനം എവിടെയാണോ നിർത്തിയത് അവിടെ വരെയുള്ള ഭാഗത്ത് നിന്ന് 2 മുതൽ 5 വരെയുള്ള ആയത്തുകൾ പൂർണ്ണമായും ഓരോ കുട്ടിയെക്കൊണ്ടും മുസ്ഹഫ് നോക്കി ഓതിപ്പിക്കലാണ് ഖുർആൻ പരീക്ഷ. അതിനാൽ എവിടെ നിന്ന് ഓതിപ്പിച്ചാലും ഓതിക്കൊടുക്കാൻ പറ്റിയ നിലക്ക് നമ്മൾ ഓരോരുത്തരും പഠിച്ചിരിക്കണം. ഇനി ഖുർആൻ പരീക്ഷയ്ക്ക് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. ഒന്നാമത്തത്, ഖുർആൻ ഓതുമ്പോൾ സാവകാശം ഓതിക്കൊടുക്കണം. ആ നിലക്ക് തന്നെ നമ്മൾ ഓതി ശീലിക്കണം. എങ്കിലേ നമുക്കതിന് കഴിയുകയുള്ളൂ. പെട്ടെന്ന് ഓതിക്കൊടുക്കുന്നത് നമ്മുടെ മഖ്റജുകളും ഖുർആനിൻ്റെ നിയമങ്ങളും നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയാതെ വരും. അതുവഴി നമ്മുടെ മാർക്ക് നഷ്ടപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തത്, ഖുർആൻ ഓതുന്നതിനുള്ള രീതിയാണ്. നല്ല ഈണത്തിലും താളത്തിലും തന്നെ ഓതിക്കൊടുക്കണം. അതായത് ഖുർആൻ ഓതേണ്ടതായ ഒരു രാഗമുണ്ട്, ആ രാഗത്തിൽ തന്നെ നമ്മൾ ഓതിക്കൊടുക്കണം. മൂന്നാമത്തത്, ഖുർആൻ നിയമങ്ങളാണ്. ഖുർആൻ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ ഓതാവൂ. അത് നിർബന്ധമാണ്. അതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട നിയമാവലികളാണ് അക്ഷരങ്ങളുടെ മഖ്റജ്. ഓരോ അക്ഷരങ്ങൾക്കും പുറപ്പെടേണ്ട സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനങ്ങളിൽ നിന്ന് തന്നെയാണോ പുറപ്പെടുന്നത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു നിയമമാണ് ഇബ്തിദാ, വഖഫ്. ഓതാൻ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അഊദു, ബിസ്മി തുടങ്ങിയ കാര്യങ്ങൾ. എവിടെയൊക്കെ നിർത്തണം, എങ്ങനെയൊക്കെ നിർത്തണം, ഏത് രൂപത്തിലാണ് അവസാനിപ്പിക്കേണ്ടത്, അവസാനിപ്പിക്കുമ്പോൾ സദഖല്ലാഹുൽ അലിയുൽ അലീം എന്ന് ചൊല്ലുന്നുണ്ടോ, ഈ തുടങ്ങിയ കാര്യങ്ങളാണ് ഇബ്തിദാ, വഖഫിൽ വരുന്നത്. ഈ വിഷയങ്ങൾ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുക. തിരക്കിനിടയിൽ ഉസ്താദിനെ പേടിച്ച് ഈ കാര്യങ്ങൾ മറന്നു പോകരുത്. ചില കുട്ടികൾ അഊദു ബിസ്മി ഓതാതെ നേരെ ഉസ്താദ് കാണിച്ചു കൊടുത്ത ഭാഗം ഓതാറുണ്ട്. അതുപോലെ തന്നെ ഉസ്താദ് മതി അല്ലെങ്കിൽ നിർത്താൻ പറയുന്ന ഘട്ടത്തിൽ സദഖല്ലാഹുൽ അലിയുൽ അലീം എന്ന് പറയുന്നതും വിട്ടുപോകാറുണ്ട്. ഈ വിഷയവും നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊരു നിയമമാണ് മദ്ദുകൾ. മദ്ദുകൾ നമ്മൾ നീട്ടാറുണ്ടോ? ഓരോ മദ്ദിനും നിശ്ചയിച്ച ഖദറുകളുണ്ട്, അളവുകൾ നീട്ടാനുണ്ട്. ഇത്ര ഹർക്കത്തിൻ്റെ ഖദർ അനുസരിച്ച് നീട്ടണം എന്നുള്ളത് ഓരോ മദ്ദിനുമുള്ളതാണ്. മദ്ദു മുത്തസിലുണ്ട്, മദ്ദു മുൻഫസിലുണ്ട്, ലാസിമുണ്ട്. അങ്ങനെ മദ്ദിനെക്കുറിച്ച് കൃത്യമായ അറിവ് നമുക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇഖ്ഫാ, ഉന്നത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇൽഹാർ, ലാമ്, റാ എന്നീ അക്ഷരങ്ങളുടെ തർക്കീക്ക്, തഫ്ഹീം പ്രത്യേകം നോട്ട് ചെയ്യണം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമ്മൾ വിട്ടുപോകരുത്. ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തി ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഉസ്താദിന് ഖുർആൻ ഓതിക്കൊടുക്കേണ്ടത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹിഫ്ള് ഓതിക്കൊടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില കുട്ടികൾ ഖുർആൻ സാവകാശം ഓതുകയും ഹിഫ്ള് വേഗത്തിൽ ഓതിക്കൊടുക്കുകയും ചെയ്യും. വേഗത്തിൽ ഓതുന്ന സമയത്ത് പല അക്ഷരങ്ങളുടെയും മഖ്റജുകളും അതുപോലെ തന്നെ ഖുർആനിൻ്റെ നിയമങ്ങളും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് ഹിഫ്ളും നമ്മൾ സാവകാശം തന്നെ ഓതിക്കൊടുക്കണം. അങ്ങനെ തന്നെ നമ്മൾ പഠിച്ച് ശീലിക്കുകയും വേണം. ഇനി നമുക്ക് കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പർ ഒന്ന് വായിച്ചു നോക്കാം. അൽ ഖുർആനുൽ കരീം, ഖുർആനിൻ്റെ ചോദ്യപേപ്പറാണ്. കുട്ടികളെ ഒന്നിച്ചിരുത്തി സൂറത്തുൽ ഹജ്ജിൽ നിന്ന് 4 വരിയിൽ കുറയാതെ ഓരോ കുട്ടിയെക്കൊണ്ടും മുസ്ഹഫിൽ നോക്കി ഓദിക്കുക എന്നാണ് ചോദ്യം. അതിൽ തന്നെ അക്ഷരശുദ്ധി പരിഗണിച്ച് ഓരോ അക്ഷരങ്ങളും അതിൻ്റെ സ്ഥാനത്ത് നിന്ന് തന്നെയാണോ പുറപ്പെടുവിക്കുന്നത് എന്ന് നോക്കി 25 മാർക്ക് നിങ്ങൾക്ക് നൽകും. നിയമങ്ങൾ ഇൽഹാർ, ഇദ്ആം, ഇഖ്ഫാ, ഇദ്ആമും ബിലാ ഉന്ന, ലാമ്, റാ, തർക്കീക്ക്, തഫീം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ 15 മാർക്കും. തുടക്കം അഊദു ബിസ്മി ശ്രദ്ധിച്ച് വിരാമത്തിൽ സദഖല്ലാഹുൽ അലിയുൽ അലീമൊക്കെ പറഞ്ഞാൽ 5 മാർക്ക്.
ശൈലി പരിഗണിച്ച് നിങ്ങൾക്ക് 5 മാർക്ക്, അതിൻ്റെ രാഗം, താളം, ടോട്ടൽ 50 മാർക്ക് ഖുർആനിൽ അങ്ങനെ നൽകുന്നു. ഹിഫ്ലിൻ്റെ ചോദ്യപേപ്പറിലേക്ക് വരുമ്പോൾ മേൽപ്രകാരം കുട്ടികളെ ഇരുത്തി ഓരോ കുട്ടിയെക്കൊണ്ടും താഴെ പറയുന്നവ മനപ്പാഠം ഓദിക്കുക എന്നതാണ്. അതിൽ ഒന്നാമത്തത് സൂറത്തുൽ ബലദ്, സൂറത്തുൽ ലൈൽ, ഇവയിൽ ഒന്നിൻ്റെ പകുതി ഓദിക്കുക എന്നതാണ്. ഏതെങ്കിലും ഒരു സൂറത്തിൻ്റെ, ഒന്നെങ്കിൽ സൂറത്തുൽ ബലദ് അല്ലെങ്കിൽ സൂറത്തുൽ ലൈൽ, ഇതിൻ്റെ ഒന്നിൻ്റെ പകുതി മുഴുവനായി ഓതിക്കൊടുത്താൽ 30 മാർക്കാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ മയ്യത്ത് നിസ്കാരത്തിലെ 3-ാം തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടി ചെയ്യുന്ന ദുആ ആണ്. അല്പം സുദീർഘമായ ദുആ ആണ്. അതും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, ശ്രദ്ധിക്കുക. അതാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് 20 മാർക്കും. ഈ രൂപത്തിലാണ് ചോദ്യം വരിക. ഇനി ഹിഫ്ദിൽ മനപ്പാഠമാക്കേണ്ട സൂറത്തുകൾ ആയത്തുൽ കുർസിയുണ്ട്, ആമന റസൂലുണ്ട്, ലോ അൻസലയുണ്ട്, സൂറത്തുൽ അഅലയുണ്ട്, സൂറത്തുൽ ഓഷിയ, അതുപോലെ തന്നെ സൂറത്തുൽ ഫജ്ർ, അതുപോലെ തന്നെ സൂറത്തുൽ ബലദ്. ഈ സൂറത്തുൽ ബലദ് 2 പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സൂറത്തു ഷംസ്, സൂറത്തുൽ ലൈൽ, ഇങ്ങനെ 9 എണ്ണമാണ് നമുക്ക് മനപ്പാഠമാക്കാനുള്ളത്. ഇത് ഓരോരുത്തരും മനപ്പാഠമാക്കി എന്ന് ഉറപ്പുവരുത്തുക. ചോദ്യപേപ്പർ വായിച്ചു കഴിഞ്ഞതിലൂടെ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ടാകും. മനപ്പാഠമാക്കാനുള്ള സൂറത്തുകൾക്കും ആയത്തുകൾക്കും പുറമെ മറ്റൊരു ചോദ്യം, നമ്മൾ മുന്നേ ക്ലാസ്സിൽ നിന്ന് ഫിഖിഹിൽ നിന്ന് പഠിച്ച മറ്റൊരു ചോദ്യം ചോദിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതാണെന്ന് നമുക്കൊരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. 2 മുതൽ അങ്ങോട്ട് നമ്മൾ ഫിഖിഹിൽ പഠിച്ച എല്ലാ ദിക്റുകളും ദുആകളും സ്വലാത്തുകളും ഏതും ചോദിക്കാം. ബാത്റൂമിൽ പോകുമ്പോൾ, ഇറങ്ങുമ്പോൾ, ഉറങ്ങാൻ കിടക്കുമ്പോൾ, എണീക്കുമ്പോൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മുഴുവൻ ദിക്റുകളും, പ്രത്യേകിച്ച് മയ്യത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അതും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടതാണ് സാധാരണഗതിയിൽ കൂടുതൽ ചോദിക്കാറുള്ള നിസ്കാരത്തിലെ ചൊല്ലാനുള്ള ദിക്റുകളും ദുആകളും, അതും ഇതിൽ കൊടുക്കുന്നുണ്ട്. അതും നോട്ട് ചെയ്യുക, പ്രത്യേകമായി പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ഈ പറയപ്പെട്ട എല്ലാ വിഷയങ്ങളും ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഖുർആൻ ഹിഫ്ള് പരീക്ഷയിലും 100 മാർക്കും ഉറപ്പിക്കാം. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഖൈറായ നല്ല വിജയം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഇത്തരം വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിലൂടെ നന്ദി സൂചകമായി താങ്ക്സ് എന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ സന്തോഷം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മദ്രസയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ആദ്യമേ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.